രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നേറ്റത് അതിക്രൂര ശാരീരിക പീഡനമെന്ന് വെളിപ്പെടുത്തിയ അതിജീവിത. ബലാത്സംഗം തടയാൻ ശ്രമിച്ച തന്നെ മുഖത്തടിച്ചും മുഖത്തെ തുപ്പിയും ശരീരമാസകലം മുറിവേൽപ്പിക്കുകയായിരുന്നു രാഹുൽ എന്നാണ് അതിജീവിതയുടെ നിർണായക മൊഴി. സൺസ്ക്രീൻ മുതൽ കോടികളുടെ ഫ്ളാറ്റ് വരെ വാങ്ങിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചെന്നും മൊഴിയിലുണ്ട്. മൊഴിയിലെ നടുക്കം അന്വേഷണ സംഘത്തിലെ പല ഉദ്യോഗസ്ഥർക്കും ഇനിയും മാറിയിട്ടില്ല. അത്രയ്ക്കും പൈശാചികമാണ് ആ യുവതി ഏറ്റുവാങ്ങിയ ക്രൂരതകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ലൈംഗിക വേട്ടയാണെന്ന് വ്യക്തമാക്കുന്ന മൊഴിയാണ് അതിജീവിതയുടേത്. 2024 ഏപ്രിൽ 8 രാഹുലും താനും ആദ്യം കാണുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ വെച്ച് തന്നെ രാഹുൽ ക്രൂരമായി മുറിവേൽപ്പിച്ചുകൊണ്ട് ബലാത്സംഗം നടത്തിയെന്നാണ് അതിജീവിതയുടെ നിർണായക മൊഴി. ബലാത്സംഗം തടയാൻ ശ്രമിച്ച തന്റെ മുഖത്തടിച്ചും മുഖത്ത് കുത്തിയും തുപ്പിയും ആക്രമിച്ചു. ശരീരമാസകലം മുറിവേൽപ്പിച്ചു. മുറിവേറ്റ് വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിച്ച് വീണ്ടും അതിക്രമം തുടർന്നു. പിന്നീട് പലപ്പോഴായി രാഹുൽ യുവതിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു. ആദ്യം ചെരുപ്പ് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിയുടെ സ്വരം കൂടിയുണ്ടായിരുന്നു. അനിയത്തിയുടെ വിവാഹം മുടക്കുമെന്നായിരുന്നു അത്. കൂടുതൽ ബന്ധങ്ങൾ തനിക്കാണെന്ന് പറഞ്ഞു ഭീഷണി. അതോടെ 10,000 രൂപ ചെരുപ്പ് വാങ്ങാൻ അയച്ചു നൽകി. ഇതിനും മുമ്പേ പലവട്ടം സൺസ്ക്രീനും ഷാമ്പുവും കണ്ടീഷണറും വാച്ചും തന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ തന്നെ ഒഴിവാക്കാനായി ശ്രമം. കുഞ്ഞ് മറ്റാരുടേതോ ആണെന്ന് പറഞ്ഞ് അധിക്ഷേപം. DNA പരിശോധന നടത്താൻ തയ്യാറായിട്ടും സാമ്പിൾ നൽകാൻ രാഹുൽ വിസമ്മതിച്ചു. ഇതിനിടെ ചൂരൽമല ദുരിതാശ്വാസത്തിന്റെ പേരിൽ 5,000 രൂപ സുഹൃത്ത് ഫെനി നൈനാന്റെ അക്കൗണ്ടിലേക്ക് നൽകേണ്ടി വന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും രാഹുലിന്റെ കയ്യിൽ പണമില്ലെന്ന് ഫെനി പറഞ്ഞതോടെ 10,000 രൂപ അയച്ചു നൽകി. MLA ആയ ശേഷം പാലക്കാട് തനിക്കും രാഹുലിനും ഒന്നിച്ചു താമസിക്കാൻ ഫ്ളാറ്റ് വേണമെന്ന് രാഹുൽ പറഞ്ഞു. ഇതിനായി അന്വേഷിച്ചപ്പോൾ 1,14,00,000 രൂപ ചെലവ് വരുമെന്ന് കണ്ടതോടെ താൻ പണം നൽകിയില്ലെന്നും അതിജീവിതയുടെ മൊഴിയിലുണ്ട്. ഒടുവിൽ കഴിഞ്ഞ മാസം രാഹുലിനോട് ഇക്കാര്യങ്ങൾ വീണ്ടും പറഞ്ഞപ്പോൾ താൻ ചെയ്യുന്നത് താങ്ങാൻ കഴിയില്ലെന്നായിരുന്നു ഭീഷണി. അനിയത്തിയുടെ വിവാഹം മുടക്കുമെന്നും അച്ഛന് ഹൃദയാഘാതമുണ്ടാകുമെന്നും നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത വെളിപ്പെടുത്തി. നാർസിസ്റ്റായ രാഹുലിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. ബലാത്സംഗം, ശാരീരിക മാനസിക പീഡനം, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങി മുൻകേസുകൾക്ക് സമാനമാണ് കുറ്റങ്ങൾ. ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നതടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയെന്നും സാക്ഷികളെ സ്വാധീനിക്കാനും സൈബറാക്രമണം നടത്തി മാനസിക സമ്മർദ്ദത്തിലാക്കാനും സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു. രാഹുലും യുവതിയും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.